പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി.കെ. ശശി. കോടിയേരി സഖാക്കളെ ചേർത്തു നിർത്തിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ ആ കരുതലില്ലെന്നും ശശി പറഞ്ഞു. 1000-ലേറെ പേർ പങ്കെടുത്ത സിപിഎം വിമത കൺവെൻഷനിലാണ് ശശിയുടെ കടുത്ത വിമർശനങ്ങൾ. രണ്ട് മുൻ ഏരിയ സെക്രട്ടറിമാർ അടക്കമുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചാണ് സിപിഎം വിമതർ പാലക്കാട്ട് കൺവെൻഷൻ നടത്തിയത്. പി.കെ. ശശിയെ പോലെ ഒരു പ്രമുഖ നേതാവ് എത്തിയതോടെ കൺവെൻഷൻ ശ്രദ്ധ നേടി. 7 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടെന്ന് ശശി കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടാകണ്ടേ? വേണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇത്? നിങ്ങളുടെ പാർട്ടിയല്ലേ? ഞാൻ പറയാം, ഈ ധിക്കാരവും തോന്നിവാസവും എല്ലാം അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തൊക്കെ തോന്നിവാസം. പാലക്കാട് നടക്കുന്നത് വിമത കൺവെൻഷൻ അല്ലെന്നും വിപ്ലവകാരികളുടെ കൺവെൻഷൻ ആണെന്നും പി.കെ. ശശി പറഞ്ഞു. ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത പ്രസംഗത്തിൽ സിപിഎം പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ ശശി ശക്തമായി ആഞ്ഞടിച്ചു. ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ CPIM-ൽ നിൽക്കാൻ പറ്റൂ എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്, പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് ഞങ്ങൾ പറയും. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു. നിരവധി പ്രമുഖർ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നതെന്നും പി.കെ. ശശി പറഞ്ഞു. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സഖാവ് P.P. കൃഷ്ണൻ, സഖാവ് N.K. കൃഷ്ണൻ, സഖാവ് സുധാസുരൻ, സഖാവ് M. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞും PM ആർഷോയെ പോലുള്ളവരെ പേരെടുത്ത് പറയാതെ ആക്ഷേപിച്ചുമായിരുന്നു ശശിയുടെ പ്രസംഗം. പിന്നെ എറണാകുളത്ത് നിന്നൊരു ശബ്ദം വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് കഞ്ചാവടി ഇങ്ങനെ നിവർന്നു നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മേലിൽ ചാരിട്ട് നിൽക്കുക. കാരണം എപ്പോഴാ വീടെന്ന് പറയാൻ ചാരി നിന്നിട്ടാവും എന്റെ പ്രസംഗം. ഈ ധിക്കാരവും രണ്ടും ധിക്കാരവും മറുപടിയും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുലിച്ചാതി എണ്ണറ്റിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. സംസ്ഥാന നേതാക്കളെ കുറ്റപ്പെടുത്തിയില്ല എങ്കിലും പാലക്കാട്ടെ നേതൃത്വത്തെ തിരുത്തിയാൽ മാത്രം ഇനി ഒന്നിച്ചു നീങ്ങാമെന്ന് ശശി പറഞ്ഞു. എല്ലാ നെടുവീർപ്പുകൾക്കും ഒരു അന്ത്യമുണ്ട്, എല്ലാ നിലവിളികൾക്കും ഒരു അവസാനമുണ്ട്. ഒരു നാൾ ഈ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ കസേര ജനങ്ങൾ തട്ടിപ്പറിക്കും. ജനങ്ങളാണ് ശരി, നിങ്ങളല്ല ശരി. ജനങ്ങളാണ് ശരി, ജനങ്ങളെ ശരിയുള്ളൂ. അവരാണ് അവസാനത്തെ വിധികർത്താക്കൾ. ഒരു സംശയവും വേണ്ട. എന്ത് അധികാരം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാം, കാലം തുടലഴിക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമ്പോ തകർന്നു പോകാത്ത ഒരു കൊട്ടാരമതിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.
തെറിച്ചു പോകാത്ത ഒരു അധികാരപീഠവും ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കസേര. ഇതിന്റെ മുമ്പിലൊക്കെ ഈ ജനകീയ മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഒരു അധികാരത്തിന് നിലനിൽക്കാനാകില്ല എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിയുമായി സമീപകാലത്ത് ബന്ധം അവസാനിപ്പിച്ചവരാണ് കൺവെൻഷനിൽ പങ്കെടുത്തവർ ഏറെയും. CCN മണ്ണാർക്കാട്.